ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ രൂപത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ആളുകളെ അപമാനിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചില സിനിമാ സീനുകളെ കുറിച്ചാണ്. ഇതിലാദ്യം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രേം പൂജാരി എന്ന സിനിമയിലെ കുഞ്ചാക്കോ ബോബൻ്റെയും ശാലിനിയുടെയും ഈ ഒരു സീനാണ്. തനിക്ക് പരിചയമില്ലാത്ത അയൽവാസിക്ക് ബുക്ക് എടുത്ത് കൊടുക്കുവാനായിട്ട് അവരുടെ വീട്ടിൽ കയറി ചെല്ലുകയും അവളുടെ മുഖം കാണാൻ ഇങ്ങനെ കാത്തിരിക്കുമ്പം ആ കുട്ടിയുടെ മുഖം കണ്ട ഉടനെ ചാക്കോസിൻ്റെ മുഖത്തെ ചിരിയൊക്കെ അങ്ങ് മായും. കാരണം ആ കുട്ടിക്ക് ഒരു പ്രത്യേകതരം പല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മുഖം കണ്ടതും എല്ലാ മൂടും പോയി ഭയങ്കര സങ്കടത്തോടു കൂടി തൻ്റെ റൂമിൽ വന്നിരിക്കുന്ന ചാക്കോച്ചിനെ നമുക്ക് കാണാം. വീണ്ടും ആ കുട്ടിയുടെ മുഖം ഓർത്തിട്ട് അയ്യേ എന്ന ഭാവം മുഖത്ത് വരുന്നതും നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട്. ഇതേ കുഞ്ചാക്കോ ബോബൻ ഒരു അല്പസമയത്തിന് ശേഷം ജനാലയിലൂടെ നോക്കുമ്പോൾ ശാലിനിയുടെ ശരിക്കുമുള്ള മുഖം കാണുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രണയത്തിലാകുകയും ചെയ്യുന്ന കണ്ട് എനിക്ക് അതിശയം തോന്നി. കാരണം ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ ആദ്യമായിട്ട് കാണുകയും പല്ലല്പം പൊന്തിയിരിക്കുന്നതിൻ്റെ പേരിൽ ആ കുട്ടിയെ വെറുക്കുകയും വീണ്ടും ആ കുട്ടിയെ കാണാൻ പല്ലിലൊന്നും കുഴപ്പമില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പരിചയമില്ലാത്ത ഈ പെൺകുട്ടി ഒന്നും മിണ്ടുപോലും ചെയ്യുന്നതിന് മുമ്പ് പ്രണയത്തിലാകുകയും ചെയ്യുന്ന അത്ഭുതം. അപ്പോൾ ശരിക്കും പല്ലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളുള്ള പെൺകുട്ടികൾ ഈ സീൻ കാണുമ്പോൾ അവരെന്താ വിചാരിക്കുക? ആർക്കും ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നാണ് താങ്കൾ എന്ന് വിചാരിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുഞ്ഞിക്കൂനലിലെ സീനാണ്. ഇതിൽ വൈകല്യമുള്ളവരെ വേണ്ടുവോളം പരിഹസിക്കുന്ന സീനുകൾ ധാരാളമുണ്ട്. അതിലൊന്ന് പക്രുചേട്ടൻ്റെ പൊക്കത്തെക്കുറിച്ച് പറഞ്ഞ് ഈ ചെറിയ സാധനം, ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പക്രുചേട്ടൻ്റെ മറ്റൊരു സിനിമയിൽ ഇതിൽ ഇന്നസെന്റ് ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് കേട്ടു നോക്കൂ. കൂടിക്കൂടിയല്ലേ വരുന്നത്. വളർന്നു എന്ന് പറയാൻ നിന്റെ അപ്പൻ 6 അടി ഒന്നും വളർന്നില്ലല്ലോ. ജനിച്ചപ്പോ എത്രയുണ്ടായിരുന്നു അത്ര തന്നെയല്ലേ ഉള്ളൂ ഇപ്പോഴും. ജനിച്ചപ്പോ എത്രയുണ്ടായിരുന്നു അത്ര തന്നെയല്ലേ ഉള്ളൂ ഇപ്പോഴും. എന്തൊരു കഷ്ടമാണല്ലേ ആ ഡയലോഗ്. ഈ സിനിമയിൽ തന്നെ മറ്റൊരു സീനിൽ സുരാജ് ചേട്ടൻ പക്രുചേട്ടനെ നോക്കി ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതും ഈ ഇത്തരക്കാരെ ഇതുപോലെ പൊക്കമില്ലാതെ ജനിച്ചവരെ ആക്ഷേപിക്കുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇതൊക്കെ ഇന്നത്തെ കാലത്തെ സിനിമകളിൽ വളരെ കുറവാണെന്ന് ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ തലമുറ ബോഡി ഷേമിങ്ങിനെതിരെ പ്രതികരിക്കുന്നവരാണ്. ഇത് വളരെ പഴയ കാലത്ത് നമ്മുടെ ലാലേട്ടൻ്റെ ഹിറ്റ് സിനിമയാണ് അങ്കിൾ ബൺ. ഇതിനകത്ത് വണ്ണമുള്ളവരെ കളിയാക്കുന്ന സീനുകൾ വളരെ കുറവാണെങ്കിലും ഈ പെണ്ണ് കാണൽ സീന് കണ്ടാലും നമുക്ക് വളരെയധികം വിഷമം വരും. കാരണം പെൺകുട്ടി ലാലേട്ടൻ്റെ മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ലാലേട്ടനെ നേരിട്ട് കാണുമ്പോൾ പെൺകുട്ടി പൊട്ടിക്കരയുകയാണ്. അപ്പം അന്നത്തെ കാലത്ത് വണ്ണമുള്ളവർ വളരെ കുറവാണ് നമ്മുടെ സമൂഹത്തിൽ. എന്നാലും വണ്ണമുള്ളവരെന്തോ ഭീകരജീവിയാണെന്ന് ചിത്രീകരിക്കുന്ന പോലത്തെ ഒരു രംഗമായി പോയെന്ന് എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ ഇത്തരം സീനുകൾ വണ്ണത്തെയും പൊക്കത്തെയും അതുപോലെ തന്നെ നിറത്തെയും വൈകല്യങ്ങളെയും ഒക്കെ പരിഹസിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു. ഡാർലിംഗ് എന്ന ദിലീപ് ചിത്രം നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ്. പക്ഷേ അതിലും ഇതുപോലൊരു രംഗമുണ്ട്. എനിക്ക് ഒത്തിരി വിഷമം വരും. ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ആളാണ്. ഇത് കാണാൻ വളരെ വിഷമം വരും. ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ റിജക്റ്റ് ചെയ്യുന്നൊരു സീന് ഇതിലുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ശാലിനിയുടെ സിനിമയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നൊരു സീനുമുണ്ട്. ഇതിൽ ദിലീപ് ആദ്യം കാണുന്ന പെൺകുട്ടിയെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ഇറങ്ങിപ്പോകാനൊക്കെ ശ്രമിക്കുമ്പോൾ കാവ്യമാധവൻ അവിടെ വരുന്നു. കാവ്യമാധവനെ കണ്ട ഉടനെ ദിലീപിനങ്ങ് ഇഷ്ടപ്പെടുകയാണ്. ഇവിടെ സൗന്ദര്യമുള്ളവരെന്തോ മഹത്വമുള്ളവരാണെന്ന് കാണിക്കുന്ന തരത്തിൽ അവർക്ക് പേഴ്സണാലിറ്റി ഒന്നും വേണ്ട, ലുക്ക് മാത്രം മതി, ആരും കണ്ട ഉടനെ ഇഷ്ടപ്പെടും എന്ന രീതിയിലൊരു സന്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മേലെപ്പറമ്പിൽ ആൺവീടെന്ന മൂവിയിലെ ഈ ഒരു സീൻ, ഇതിൽ 2 പെൺകുട്ടികൾ വരുന്നുണ്ട്. രണ്ടും 2 തരമാണ്. ഒരാൾ പ്രായത്തിനല്പം മൂത്തതും മറ്റേ ആൾ ആ കുട്ടിയുടെ ഇളയതുമാണ്. ഒരാൾ മോഡേൺ വസ്ത്രവും മറ്റേ നാടൻ ലുക്കുമാണ്. അതിലെ മൂത്ത പെൺകുട്ടിയെ അവിടെ വരുന്ന പെണ്ണ് കാണാൻ വരുന്നവരെല്ലാം റിജക്റ്റ് ചെയ്യുകയും അവജ്ഞയോടെ നോക്കുകയും ഇളയ പെൺകുട്ടിയെ കാണുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. പ്രായത്തിന് മൂത്തുപോയെന്ന് പരിഹസിക്കുന്നു. അപ്പം ഇത്തരം സീനുകൾ അന്നത്തെ സിനിമകളിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. അത് സമൂഹത്തിൽ പല രീതിയിൽ അഫക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രായത്തിന് മൂത്തുപോയ സ്ത്രീകൾ വീട്ടിൽ കല്യാണം കഴിക്കാതിരിക്കാനൊക്കെ ഇത്തരം കാഴ്ചകളും ഒക്കെ പ്രോത്സാഹനമായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇന്ദ്രൻ ചേട്ടൻ്റെയൊക്കെ പല സിനിമയിലും അവരെ പ്ലേസ് ചെയ്തേക്കുന്ന തന്നെ ഒരു കോമാളിയായിട്ട് അല്ലെങ്കിൽ അവരുടെ രൂപം വെച്ച് ഒരുപാട് കൊടക്കമ്പി എന്നൊക്കെയുള്ള കമൻസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പറക്കം തളികയിലെ വസന്തിയുടെ കാര്യം തന്നെ എടുത്താൽ വസന്തി കുളിക്കുന്നിടം വരെയും ദിലീപേട്ടന് പ്രേമവും തോന്നിയില്ല. കുളിച്ച് നല്ല വെളുത്ത കുട്ടിയായിട്ട് ഇങ്ങനെ വന്നപ്പം ഭയങ്കരമായിട്ട് പ്രേമം തോന്നുന്നു. ഇവിടെയും നിറത്തിൻ്റെ കാര്യത്തിലൊക്കെ എടുത്തു പറയുന്ന തരത്തിലുള്ള പരിഹാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലും ഏതെങ്കിലും ചിത്രത്തിലെ രംഗങ്ങൾ വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുമല്ലോ.